വെൽക്കം ടു മൂവി ബ്രാൻഡ്. മുൻനിര നായികയായി ഉയരാൻ അധികം കാലതാമസമൊന്നും തന്നെ വേണ്ടി വന്നില്ല. എന്നാൽ ഇപ്പോഴും സിംഗിളായി തുടരുന്ന തൃഷ എന്താണ് തൃഷ വിവാഹം ചെയ്യാത്തതെന്ന് ആരാധകർ ചോദിക്കാറുണ്ട്. പലപ്പോഴും ഗോസിപ്പ് കോളങ്ങളിൽ തൃഷയുടെ പേര് നിറഞ്ഞു നിൽക്കാറുണ്ട്. കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ പൊന്നിയിൻ സെൽവൻ എന്ന സിനിമയുടെ വിജയത്തിന് ശേഷം നിരവധി സിനിമകളാണ് തൃഷയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അജിത്തിനൊപ്പം, കമലിനൊപ്പം, തഗ് ലൈഫ്, ചിരഞ്ജീവിക്കൊപ്പം, വിശ്വംഭര, മോഹൻലാലിനൊപ്പം, റാം തുടങ്ങി 4 ഭാഷകളിലെ സൂപ്പർ താരങ്ങളുടെ സിനിമകളാണ് ഇനി തൃഷയുടേതായി വരാനിരിക്കുന്നത്. മാത്രമല്ല, വിജയ്ക്കൊപ്പം ലിയോ എന്ന ചിത്രത്തിലൂടെ ഗംഭീര പ്രകടനവും നടി കാഴ്ചവെച്ചിരുന്നു. മുൻപൊരിക്കൽ തമിഴ് നടൻ ശ്രീകാന്ത് തൃഷയ്ക്കെതിരെ രംഗത്തെത്തിയിരുന്നത് വാർത്തയായിരുന്നു. താരത്തിന്റെ കുടുംബം തൃഷ നശിപ്പിക്കുന്നു എന്നാണ് ശ്രീകാന്ത് പറഞ്ഞിരുന്നത്. ഇതിന്റെ പേരിൽ ആരാധകരും ഞെട്ടലിലായിരുന്നു. ഈ സംഭവമാണ് ഇപ്പോൾ വീണ്ടും ചർച്ചയാകുന്നത്. ശ്രീകാന്തും തൃഷയും വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. മനസ്സെല്ലാം എന്ന തമിഴ് ചിത്രത്തിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. എന്നാൽ അടുത്തിടെ ശ്രീകാന്ത് ഒരു അഭിമുഖത്തിനിടെ തൃഷ എന്റെ കുടുംബം നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. ശ്രീകാന്തിന്റെ ഭാര്യ വന്ദനയെ ഒരു ദിവസം തൃഷ ഫോൺ ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ശ്രീകാന്ത് നല്ല വ്യക്തിയല്ല, അയാൾക്ക് ഇംഗ്ലീഷ് പോലും മര്യാദയ്ക്ക് അറിയില്ല എന്നൊക്കെ. മാത്രമല്ല, ശ്രീകാന്ത് അയാളുടെ ഒരു സുഹൃത്തിനെ വിവാഹം കഴിക്കാനുള്ള ഒരുക്കത്തിലാണെന്നെല്ലാം തൃഷ പറഞ്ഞിരുന്നു. ഉടനെ ഈ കാര്യം വന്ദന ശ്രീകാന്തിനെ അറിയിച്ചു. എന്നാൽ പിന്നീടാണ് മനസ്സിലായത് തൃഷ രണ്ടുപേരെയും പ്രാങ്ക് ചെയ്യുകയാണെന്ന്. ഇതിന്റെ ഭാഗമായാണ് ശ്രീകാന്ത് തൃഷയ്ക്കെതിരെ അത്തരമൊരു കുറ്റാരോപണം നടത്തിയത്. ഇരുവരും ഇപ്പോഴും നല്ല സുഹൃത്തുക്കളാണ്. തൃഷയും ശ്രീകാന്തും മനസ്സെല്ലാം എന്ന ചിത്രത്തിന് മുന്നേ ഒരുമിച്ച് ഫാഷൻ ഷോ ചെയ്തിട്ടുണ്ട്. സിനിമയിൽ വരുന്നതിന് മുന്നേ എനിക്ക് തൃഷയെ അറിയാം, അവൾ സിനിമയിൽ വരണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. എനിക്ക് തൃഷയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അന്ന് അവൾ എങ്ങനെയായിരുന്നോ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെയാണ് ഇന്നുമുള്ളത്. ഒരു മാറ്റവുമില്ല എന്നാണ് ശ്രീകാന്ത് പറയുന്നത്. റോജാക്കൂട്ടം എന്ന ചിത്രത്തിലൂടെയാണ് ശ്രീകാന്ത് സിനിമയിൽ എത്തുന്നത്. അതിനുശേഷം പാർത്ഥിപൻ, കനവ്, ബോസ്, കനാക്കാണ്ടേൻ തുടങ്ങിയ നിരവധി ചിത്രങ്ങൾ ചെയ്തു. തമിഴിനു പുറമെ തെലുങ്കിലും മലയാളത്തിലും അഭിനയിച്ചിട്ടുണ്ട്. ശ്രീകാന്തും വന്ദനയും പ്രണയിച്ച് വിവാഹിതരായവരാണ്. ഇരുവർക്കും 2 മക്കളുണ്ട്. ജോഡി എന്ന ചിത്രത്തിൽ ഒരു അതിഥി വേഷത്തിലാണ് തൃഷ ആദ്യമായി അഭിനയിച്ചത്. പിന്നീട് പ്രിയദർശൻ സംവിധാനം ചെയ്ത ലേസ ലേസ എന്ന ചിത്രത്തിൽ അഭിനയിച്ചു. സൂര്യയോടൊപ്പം അഭിനയിച്ച മൗനം പേസിയത് എന്ന ചിത്രത്തിലൂടെയാണ് തൃഷ ശ്രദ്ധ നേടുന്നത്. വിക്രം നായകനായി അഭിനയിച്ച സാമി, വിജയ് നായകനായി അഭിനയിച്ച ഗില്ലി തുടങ്ങിയ ചിത്രങ്ങളും വിജയമായതോടെ തൃഷ മുൻനിര താരമായി. തമിഴ് താരമെന്ന് അറിയപ്പെടുമ്പോഴും മലയാളി ബന്ധം കൂടിയുണ്ട് തൃഷയ്ക്ക്. പാലക്കാട്ടെ അയ്യർ ഫാമിലിയിലാണ് തൃഷയുടെ മാതാപിതാക്കൾ ജനിച്ചു വളർന്നത്. തൃഷയുടെ അച്ഛൻ കൃഷ്ണയും അമ്മ ഉമയും ഏറെ നാൾ ജീവിച്ചത് പാലക്കാട്ടെ കൽപ്പാത്തിയിലാണ്. പിന്നീടാണ് ഇവർ ചെന്നൈയിലേക്ക് താമസം മാറിയത്. പ്രിയദർശനാണ് ആദ്യമായി തൃഷയെ സിനിമയിലേക്ക് പരിചയപ്പെടുത്തുന്നത്. പ്രിയദർശന്റെ ലേസ ലേസ എന്ന ചിത്രത്തിന് വേണ്ടിയാണ് തൃഷ ആദ്യമായി കരാർ ഒപ്പിടുന്നത്. എന്നാൽ പലവിധ കാരണങ്ങളാൽ ചിത്രം വൈകിപ്പോവുകയായിരുന്നു. സൂര്യ നായകനായി അമീർ സുൽത്താൻ സംവിധാനം ചെയ്ത മൗനം പേസിയതേ ആണ് റിലീസിനെത്തിയ ആദ്യ തൃഷ ചിത്രം.